അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. കർത്താവേ, തകർക്കപ്പെടേണ്ട അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാധിക്യത്താൽ എന്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് നിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുമ്പിലുണ്ട്. കർത്താവേ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. അങ്ങയുടെ വിധി നീതിയുക്തമാണ്. എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ചും നീതിമാൻ തന്നെ. ഇതാ, അകൃത്യത്തിൽ ഞാൻ ജനിച്ചു, പാപത്തിൽ അങ്ങ് എന്നെ ഗർഭം ധരിച്ചു. ഹൃദയപരമാർത്ഥതയിൽ അങ്ങ് സന്തോഷിക്കുന്നു, എന്റെ അന്തരംഗത്തെ അങ്ങ് ജ്ഞാനം രസിപ്പിക്കുന്നു. ഹിസ്സോപ്പോടെ എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാലും ഞാൻ മഞ്ഞകട്ടയേക്കാൾ വെണ്മയുള്ളവനാകും. ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സ്വരം എന്നെ കേൾപ്പിച്ചാലും തകർക്കപ്പെട്ട എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് അങ്ങ് മുഖം തിരിക്കണമേ. എന്റെ സകല തെറ്റുകളും അങ്ങ് മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൃഢചിത്തത എന്നിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയുകയും അരുതേ. അങ്ങയുടെ രക്ഷയാവുന്ന ആനന്ദം എനിക്ക് തിരികെ തരണമേ. ഉദാരമനസ്കത എന്നിൽ നിലനിർത്തണമേ. ദുഷ്ടന്മാരെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അങ്ങയുടെ അടുക്കലേക്ക് പിന്തിരിയും. ദൈവമേ, എന്റെ രക്ഷകനായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്റെ നാവ് അങ്ങയുടെ നീതി ഉദ്ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല. ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. എന്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എന്റെ യാഗം. തകർന്നുറങ്ങിയ ഹൃദയം ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. മതിലുകൾ നിർമ്മിച്ച് കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപ ചെയ്യണമേ. അപ്പോൾ അങ്ങ് അർഹമായ യാഗങ്ങളും കാഴ്ചകളും ഹോമബലികളും സ്വീകരിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ അവർ കാളകളെ സമർപ്പിക്കും. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, തകർക്കപ്പെട്ട എന്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. കർത്താവെ, തകർക്കപ്പെട്ട എന്റെ അസ്ഥിപഞ്ജനം സന്തോഷത്താൽ പുളകമണിയും. കർത്താവെ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. കർത്താവെ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. എന്റെ ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ പാതാളവാതിൽക്കൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെയായിരിക്കും. ഞാൻ പറഞ്ഞു, ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്ന ഒരുവനെ ഇനി ഞാൻ ഒരിക്കലും ദർശിക്കുകയില്ല. എന്റെ ഭവനം ഒരു ഇടയ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുകയാണ്. നെയ്ത്തുകാരന്റെ പാവ് പോലെ എന്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടു. ആദ്യം തന്നെ അവിടെ തന്നെ വെട്ടിമാറ്റി. ഒരു രാപ്പകൽ കഴിയും മുമ്പ് അങ്ങേക്ക് അന്ത്യം വരുത്തുമായിരുന്നു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു. അവിടുന്ന് ഒരു സിംഹത്തെ പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരു രാവും പകലും കഴിയും മുമ്പേ അങ്ങ് എനിക്ക് അന്ത്യം വരുത്തുമായിരുന്നു. കുഞ്ഞിനെ പോലെ ഞാൻ ചിലച്ചു. പ്രാവിനെ പോലെ ഞാൻ കുറുകി. എന്റെ കണ്ണുമേൽ പടുന്നോക്കി ക്ഷീണിച്ചു. കർത്താവെ, ഞാൻ ഞെരുക്കപ്പെടുന്നു. അങ്ങ് എനിക്ക് ഉത്തരം നൽകണമേ. കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാട് എത്ര കഠിനം. എന്റെ സകല പാപങ്ങളും അങ്ങയുടെ പിറകിലേക്ക് തള്ളിയതിനാൽ നാശകുഴിയിൽ നിന്ന് എന്നെ അങ്ങ് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. പാതാളം അങ്ങയെ സ്തുതിക്കുന്നില്ല. മരണം അങ്ങയെ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, അതെ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. പിതാവും മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവെ, എന്നെ രക്ഷിക്കണമേ. കർത്താവിന്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലങ്ങൾ മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ പാടും. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശിയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ.